അമൽ ബ്രോ നമ്മളെ 350 വർഷം പഴക്കമുള്ള ഏതോ ഒരു കാസ്റ്റിൽ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ആയിരുന്നു എന്റെ പണ്ട് മുതുമുത്തച്ഛന്മാര് മുതുമുത്തച്ഛന്മാരൊക്കെ താമസിച്ചത് ഇവിടെ ഇപ്പൊ വാടക എടുത്തു. നിന്റെ മുതുമുത്തച്ഛന്മാർ താമസിച്ചല്ലേ? കീ കാണൂല അപ്പൊ നിന്റെ വണ്ടിക്കകത്ത് രാമലെ നിന്നെ പിടിച്ച് കെട്ടിയ കാസ്റ്റിൽ മാത്രമല്ല ഗൈസ്, ഇവിടെ ബാക്കി ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ അവിടെ കപ്പിൾസ്, ഇവിടെ കപ്പിൾസ്, അവിടെ സദാചാരക്കാര്. നമ്മളല്ലായിരുന്നു ഇപ്പൊ ഒരു ചേച്ചി വിടും തുണി അലക്കുന്നതായിരുന്നു. അമൽ ബ്രോ ഹാൻഡ് സ്റ്റാൻഡ് പൊടി തട്ടി എടുക്കുകയാണ്. എത്ര നാളായി ഇത് ചെയ്യുന്നു? ഇപ്പൊ ചെയ്യുന്നില്ല, ചെയ്ത് നിർത്തിയിട്ട് 13 വർഷമായി. ചെയ്ത് നിർത്തിയിട്ട് ഇപ്പൊ 10-12 വർഷമായി. നടന്നു പോകുന്ന വഴിക്കാണ് ഒരു മൂട്ടനൊരു മരം കണ്ടത്. ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ടൊന്നും അത് കയറാൻ പറ്റത്തില്ല. പിന്നെ അതൊരു മത്സരമായി ഗൈസ്. പുള്ളി പഴയ കഴിവുകളൊക്കെ പുറത്തെടുക്കുകയാണ് ഗൈസ്. പുള്ളി പഴയ പാർക്കറിങ്ങിന്റെ മെയിൻ ആയിരുന്നു. അങ്ങനെ ആ ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചു ഗൈസ്. അങ്ങനെ നടന്നു വന്നത് വേറൊരു ആംബിയൻസിലേക്കാണ്. നേരെ നടന്നെത്തിയത് ഡിയർ പാർക്കിലേക്കാണ് ഗൈസ്. ഇത് പണ്ടത്തെ ഡിയർ പാർക്കാണ് ഗൈസ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് നടക്കുന്ന സ്ഥലമാണെന്നേ പറയത്തുള്ളൂ, ഇല്ലേ? അതിന്റെ ഒരു ആംബിയൻസ് ഉണ്ട്. എനിക്കൊന്നും ഇവരുടെ പണ്ടത്തെ ജയിലായിരുന്നു. അക്രമം കാണിക്കുന്ന മാനുകളൊക്കെ എത്ര കൊല്ലത്തെ പഴക്കം? എത്രടാ? 350 വർഷം പഴക്കമുണ്ടോ? ആ പൊട്ടം പറഞ്ഞ കറക്റ്റാണ് ഗൈസ്. ഏകദേശം കണക്കുകൾ വെച്ച് നോക്കിയാൽ 350 വർഷം പഴക്കമുണ്ട് ഗൈസ്. അവിടുന്ന് ഞങ്ങൾ നേരെ സ്ട്രീറ്റിലേക്ക് വന്നു ഗൈസ്. ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നത് നമുക്ക് അഫോർഡബിൾ ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങളും മേടിച്ചു ഗൈസ് 3 കണ്ണാടി. കണ്ണാടി മേടിച്ചവരൊക്കെ വന്ന് കണ്ണാടി മേടിച്ചവരൊക്കെ വാ. ഓ എന്തൊരു അനുസരണ. ഒരു കണ്ണാടി മേടിച്ചെന്ന് പറഞ്ഞ എന്ത് ഷോയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഗൈസ്.